ചിക്കനോ മീനോ മുട്ടയോ ഉണ്ടെങ്കിൽ മാത്രം ചോറ് ഉണ്ണുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞാപ്പ്. മുട്ട പുഴുങ്ങിയും ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്ത് മടുത്ത് എനിക്ക്. എന്നൊരു റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാകും എന്നൊരു റോസ്റ്റാണ്. നോക്കിയാലോ. ഇതുപോലെ നീളത്തിൽ എരിഞ്ഞിട്ടുള്ള സവോളയാണ് നമുക്ക് വേണ്ടത്. സവോളയാണ് ഇതിന്റെ താരം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞത്. ഒരു ചെറിയ പാനോ നമുക്ക് ആവശ്യമുള്ള വലിയ പാനോ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് കുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ അതിൽ അധികം മുളക് പൊടി ഇടുന്നില്ല. കാശ്മീരി ചില്ലി മാത്രം ഇട്ട് അത്യാവശ്യം കളർ ചെയ്തിട്ടുള്ളൊരു കറിയാണ്. എരിവ് തീരെ കുറവാണ്. നമുക്ക് വലിയവർക്ക് കൂടുതൽ കഴിക്കണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലിക്ക് പകരം സാധാ മുളക് പൊടി ഇടാവുന്നതാണ്. ഇപ്പൊ എണ്ണ അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മളൊരു കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നു. ഇല്ലാത്തപ്പോഴും ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട്, കറിവേപ്പില ഇല്ലാതെ കറി. അപ്പം ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് എൻ്റെ മക്കളുടെ ചെറിയ 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 വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം അതുകൊണ്ട് ഈ വോയിസ് മൊത്തത്തിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. അതെ, സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കാറോ? അതിനുശേഷം നന്നായി വഴണ്ടി വരണം. വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സ്പൈഡർമാനോ? നന്നായി വഴറ്റി കൊടുക്കണം. എല്ലാം വാങ്ങിത്തരാം കേട്ടോ. നന്നായി 5 വാങ്ങിത്തരാം. നന്നായി വഴണ്ടി വരുമ്പോൾ ഈ കളർ ആയി വരുന്ന സമയത്ത് നമ്മൾ പുതിയ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയും കുറച്ച് എരിവിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് അഴിയുന്നുള്ളൂ. ഇത്രയും മതി. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഈ ഒരു ഉള്ളിയായിട്ട് ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഒരു നുള്ളു വെള്ളം, ഈ പൊടികളൊന്ന് കരിഞ്ഞ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കുള്ള മുട്ട. അപ്പോൾ 3 മുട്ട ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 മുട്ടയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 സെക്കൻഡോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. 2-3 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇതാ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി. അപ്പൊ എളുപ്പത്തിന് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഇനിയിപ്പോ സ്കൂളിലേക്ക് ആണെങ്കിൽ ലഞ്ച് ബോക്സ് ഇട്ടെടുക്കാനും സുഖമാണ്, ടേസ്റ്റ് ആണ്, മടുക്കില്ല. ഈ ഒനിയൻ മാത്രം മതി നമുക്ക്. തന്നെ നമ്മൾ വാട്ടിയെടുത്ത ഒനിയൻ മാത്രം മതി നമുക്ക് ചോറിന്റെ പൊഴിച്ച് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കോ ദോശയ്ക്കോ എല്ലാറ്റിനും പറ്റും. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ, സീ യു.